അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു വാർത്തയിലേക്ക് പോയാൽ ഈ തൃശ്ശൂരിലും മണലൂരിലും ഒക്കെ കിറ്റുകൾ വിതരണം ചെയ്ത് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ബി.ജെ.പി. നീക്കത്തിനെതിരെ പ്രചാരണം ശക്തമാക്കാനാണ് LDFന്റെയും UDFന്റെയും തീരുമാനം. പണം കൊടുത്തും പാരിതോഷികങ്ങൾ കൊടുത്തും തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെയാണ് പ്രചാരണം. അതേസമയം രണ്ട് സംഭവങ്ങളിലും ഔദ്യോഗിക പ്രതികരണങ്ങൾ നടത്താൻ ബി.ജെ.പി. നേതാക്കൾ തയ്യാറായിട്ടില്ല. ലെവിൻ കെ വിജയൻ വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയമുണ്ട് തൃശ്ശൂരിൽ നിന്ന്. ലെവിൻ, ഗുഡ് മോർണിംഗ്. ബി.ജെ.പി. നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുന്ന അല്ലെങ്കിൽ പ്രതിക്കൂട്ടിലാക്കുന്ന ആരോപണങ്ങളും അതിന്റെ തെളിവുകളും ഒക്കെയും പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെ നടന്ന ചെറിയ സംഘർഷങ്ങളൊക്കെയും ഇന്നലെ വാർത്തകളിൽ നിറഞ്ഞതാണ്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇതുവരെയും ബി.ജെ.പിയുടെ ഭാഗത്തുനിന്ന് ഒരു ഔദ്യോഗിക വിശദീകരണം ഈ വിഷയത്തിൽ ഇനിയും ഉണ്ടായിട്ടില്ല. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ബി.ജെ.പിയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഇന്നെങ്കിലും പ്രതീക്ഷിക്കാൻ കഴിയുമോ? സേതു, ബി.ജെ.പിയെ സംബന്ധിച്ചുകൊണ്ട് അവർക്ക് ഏറെ നാണക്കേടുണ്ടാക്കുന്ന സംഭവങ്ങളായി രണ്ട് കാര്യങ്ങളും മാറിയിട്ടുണ്ട്. തൃശ്ശൂർ ഒളരിയിലെയും അതുപോലെ തന്നെ മണലൂർ മണ്ഡലത്തിലെ വാടാനപ്പള്ളിയിലും കിറ്റുകൾ വിതരണം ചെയ്യാൻ ശ്രമിച്ചതും അത് ഓർഡർ ചെയ്തതുമെല്ലാം ബി.ജെ.പി. RSS പ്രവർത്തകരാണ് എന്നുള്ള കാര്യം പോലീസ് അന്വേഷണത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്വേഷണത്തിലും വ്യക്തമായിട്ടുണ്ട്. ഒളരിയിൽ അത് വിതരണം ചെയ്തെങ്കിൽ വാടാനപ്പള്ളിയിൽ അത് ഓർഡർ ചെയ്യുകയും വിതരണം ചെയ്യാൻ സാധിക്കാതിരിക്കുകയുമായിരുന്നു ഉണ്ടായിട്ടുള്ളത്. ഈ സംഭവങ്ങൾ ജില്ലയിലെ ബി.ജെ.പി. പ്രവർത്തകർക്ക് പങ്കുള്ളതായും ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്ന് ഒളരിയിൽ കേസെടുത്തു. പക്ഷേ ഇന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. കോൺഗ്രസ് പ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മജിസ്ട്രേറ്റിന്റെ അനുമതി കൂടി ലഭിച്ചാൽ പോലീസിന് കേസെടുക്കാനുള്ള നിർദ്ദേശം നൽകും. അങ്ങനെയെങ്കിൽ വാടാനപ്പള്ളിയിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടും. രണ്ടിടങ്ങളിലും പാരിതോഷികം നൽകി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള, ജനവിധിയെ സ്വാധീനിക്കാനുള്ള ശ്രമം നടന്നു എന്നുള്ളതാണ് പരാതിയായി ഉയർന്നിട്ടുള്ളത്. അത് ഒരു സ്ഥലത്ത് കണ്ടെത്തുകയും ചെയ്തു. ഇക്കാര്യത്തിലും ഒരു മറുപടി പറയാനോ വിശദീകരണം നൽകാനോ ബി.ജെ.പി. നേതാക്കൾ മുതിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ രണ്ട് സ്ഥലങ്ങളിലെ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ജില്ലയിലുടനീളം വലിയ പ്രചാരണത്തിന് ഒരുങ്ങുകയാണ് UDFും LDFും. ഈ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം മുന്നിലുള്ളപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൂടി സജീവമാക്കി നിർത്തിക്കൊണ്ട് പരമാവധി വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് തൃശ്ശൂർ ജില്ലയിലെ LDF UDF മുന്നണികൾ നേതൃത്വം നൽകുന്ന പ്രധാനപ്പെട്ട ആളുകൾ അത്തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുന്നത്. ഏതായാലും ബി.ജെ.പി. ഇക്കാര്യത്തിൽ എന്ത് തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കും, എന്ത് തരം വിശദീകരണം നൽകും എന്നുള്ള കാര്യത്തിലാണ് ഒരു വ്യക്തതയും ഇല്ലാത്തത്. തുടർച്ചയായി ആവർത്തിച്ച് ചോദിച്ചിട്ടും അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ പല നേതാക്കളും തയ്യാറാകുന്നില്ല എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർക്ക് ഒരു തിരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന സമയത്താണ് ബി.ജെ.പിക്ക് നാണക്കേടായിട്ട് ഈ സംഭവം വരുന്നതും അതിന്റെ ദൃശ്യങ്ങൾ വരുന്നതും നേതാക്കളുടെ പ്രതികരണം വന്നതും ആൾക്കാരുടെ ഒരു ചെറിയ കയ്യേറ്റ ശ്രമങ്ങളൊക്കെ നടക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടത്.